വചനം 45. വാക്കർത്ഥം. അലം തറ, നീ നോക്കുന്നില്ലേ, കാണുന്നില്ലേ, ഇല റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക്, കൈഫ, എങ്ങനെയാണ്, മദ്ദ, അവൻ വ്യാപിപ്പിച്ചിരിക്കുന്നത്, നീട്ടിയിരിക്കുന്നത് എന്ന്, അദ്ദില്ല, നിഴലിനെ, തണലിനെ, വലൗ ശാഅ, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅലഹു, അതിനെ അവൻ ആക്കുമായിരുന്നു, സാകിനൻ, നിശ്ചലം, അടങ്ങിയത്, സുമ്മ, പിന്നെ, ജഅൽന, നാം ആക്കി, അശ്ശംസ, സൂര്യനെ, അലൈഹി, അതിന്, അതിന്മേൽ, ദലീലൻ, ലക്ഷ്യം, അടയാളം, അറിയിക്കുന്നത്. ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا. മനുഷ്യ, നിന്റെ രക്ഷിതാവിങ്കലേക്ക് എങ്ങനെയാണ് അവൻ നിഴലിനെ വ്യാപിപ്പിച്ചതെന്ന് നീ നോക്കുന്നില്ലേ? അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നിശ്ചലമാക്കുമായിരുന്നു. പിന്നെ നാം അഥവാ അല്ലാഹു സൂര്യനെ അതിന് ലക്ഷ്യമാക്കി അഥവാ അടയാളമാക്കിയിരിക്കുന്നു. വചനം 46. വാക്കർത്ഥം. സുമ്മ ഖബദ്നാഹു, പിന്നെ നാം അതിനെ പിടിച്ചെടുത്തു, ഇലൈന, നമ്മിലേക്ക്, ഖബ്ദൻ, ഒരു പിടുത്തം, യസീറൻ, കുറേശ്ശെ, ലഘുവായി, അല്പമായ, ثم قبضناه إلينا قبضا يسيرا, പിന്നീട് നമ്മുടെ അടുക്കലേക്ക് നാം അതിനെ കുറേശ്ശയായി പിടിച്ചെടുത്തു അഥവാ ചുരുക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നു. 45, 46 വചനങ്ങളുടെ വിശദീകരണം. ളില്ല് എന്ന പദത്തെയാണ് നിഴൽ എന്ന് വിവർത്തനം ചെയ്തത്. തണൽ, ഛായ, പ്രതിച്ഛായ, പ്രതിബിംബം എന്നൊക്കെ അതിന് അർത്ഥം വരും. പ്രഭാതം മുതൽ സൂര്യോദയം വരെ ഭൂമിയിൽ വ്യാപകമായി തണലുണ്ടായിരിക്കും. ഉദയത്തോടുകൂടി തണൽ നീങ്ങി വെയിൽ പ്രത്യക്ഷമാകുന്നു. അപ്പോഴാണ് അതിന് മുമ്പത്തെ അവസ്ഥാവിശേഷം തികച്ചും വേർതിരിച്ചറിയുവാൻ കഴിയുക. ഒന്നിൻ്റെ എതിരുവശം കാണുമ്പോഴാണല്ലോ മുൻസ്ഥിതി കൂടുതൽ വ്യക്തമാകുന്നത്. വബിളിദ്ദിഹ തതബയ്യനുൽ അഷ്യ, എതിരുവശം കൊണ്ടാണ് വസ്തുക്കൾ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയുന്നത് എന്നൊരു കവി പറഞ്ഞത് വാസ്തവം. അനന്തരം ഉദയം കഴിഞ്ഞാൽ അസ്തമനം വരെ സ്ഥൂല വസ്തുക്കൾക്കെല്ലാം നിഴൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. സൂര്യനില്ലായിരുന്നുവെങ്കിൽ അതറിയപ്പെടുമായിരുന്നില്ല. ഈ രണ്ടിനും പുറമെ മൂന്നാമതൊരു തരം നിഴലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതത്രേ കൂടുതൽ വ്യാപകമായത്. ഭൂമിയുടെ പകുതി ഭാഗം നിത്യേന സൂര്യന് പ്രതിമുഖമായി നിന്ന് നിഴൽ മൂടിക്കൊണ്ടിരിക്കുന്നു അഥവാ രാത്രിയായിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നതോടൊപ്പം രാത്രിയാകുന്ന നിഴലും പകലും തമ്മിൽ വേർതിരിയുന്നു. ഏതുതരം നിഴലോ തണലോ ആയിരുന്നാലും ശരി, അതിനെ കാഴ്ചയിൽ വേർതിരിച്ചു കാട്ടിത്തരുന്ന ലക്ഷ്യം സൂര്യനത്രേ. സൂര്യനില്ലായിരുന്നെങ്കിൽ ലോകം സദാ ഒരേ അവസ്ഥയിൽ തന്നെ നിഴൽ മൂടി അവശേഷിക്കുമായിരുന്നു. മേൽപ്പറഞ്ഞതിനേക്കാൾ വിപുലമായ ഒരു നിഴലും ഇവിടെ വിഭാവനം ചെയ്യാവുന്നതാണ്. ഭൂമിയെയും ചന്ദ്രനെയും പോലെ സ്വയം പ്രകാശിതമല്ലാത്ത ഗോളങ്ങൾ വാസ്തവത്തിൽ ഇരുളും നിഴലും നിറഞ്ഞവയാണ്. നമ്മുടെ സൂര്യനടക്കം നഭോമണ്ഡലത്തിലുള്ള അനേകായിരം സൂര്യഗോളങ്ങൾ സ്വയം പ്രകാശിതങ്ങളുമാണ്. നമ്മുടെ സൂര്യനിൽ നിന്നാണ് നമ്മുടെ ഭൂമിക്കും
മറ്റു ചില ഗോളങ്ങൾക്കും വെളിച്ചം കിട്ടുന്നത്. സൂര്യനില്ലാത്ത പക്ഷം ഭൂമിയും ചന്ദ്രനുമെല്ലാം നമുക്ക് ഗോചരങ്ങളാകുമായിരുന്നില്ല. സൂര്യൻ ഇല്ലെന്നോ അതിന് സഞ്ചാരമില്ലെന്നോ അല്ലെങ്കിൽ പ്രകാശമില്ലെന്നോ സങ്കൽപ്പിക്കുക. അതുമല്ലെങ്കിൽ ഭൂമിയും സൂര്യനെപ്പോലെ പ്രകാശമയമാണെന്ന് വെക്കുക. എന്നാൽ ഈ ലോകപ്രകൃതിയിൽ നേരിടാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ആലോചിച്ചു നോക്കുക. മനുഷ്യരാൽ അത് നിർണയിക്കുക സാധ്യമല്ല. രാപ്പകൽ ഇല്ലാതാകുന്നു. ചൂടും തണുപ്പും വ്യത്യാസപ്പെടുന്നു. സമയനിർണയം അസാധ്യമാകുന്നു. അങ്ങനെ പലതും. ചുരുക്കത്തിൽ ലോകവ്യവസ്ഥ പാടെ വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ കറുത്തിരുണ്ട അർദ്ധരാത്രി മാറി ഒരു നൊടിയിടയിൽ പെട്ടെന്ന് പ്രകാശം തിളങ്ങുന്ന മധ്യാഹ്നം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ മറിച്ചോ സംഭവിക്കുന്നുവെന്ന് സങ്കൽപ്പിക്കുക. വിവിധ രംഗങ്ങളിൽ സ്വൈര്യവിഹാരം കൊള്ളുന്ന അനേകതരം ജോലി തിരക്കുകളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന ജനകോടികളുടെ ജീവിതത്തിൽ അതെന്തുമാത്രം സംഭ്രമജനകമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും പ്രയാസം. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ അതിനെ അഥവാ നിഴലിനെ നിശ്ചലമാക്കുമായിരുന്നു എന്നും പിന്നീട് നമ്മുടെ അടുക്കലേക്കതിനെ കുറേശ്ശയായി പിടിച്ചെടുത്തു കൊണ്ടുവരികയും ചെയ്യുന്നു എന്നും അള്ളാഹു പറഞ്ഞതിൻ്റെ രഹസ്യം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുമ്പോഴാണ് ഈ സൂറത്തിലെ 2-ാം വചനത്തിൽ എല്ലാ വസ്തുവേയും അവൻ സൃഷ്ടിച്ച് അതിന് ശരിയായ നിർണയം ചെയ്തിരിക്കുന്നു. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ എന്നതുപോലെയുള്ള ഖുർആൻ വചനങ്ങളുടെ അന്തരംഗത്തിൻ്റെ വിശാലതയും അർത്ഥവ്യാപ്തിയും നമുക്ക് ഏറെക്കുറെ ഗ്രഹിക്കുവാൻ സാധ്യമാകുക. വല്ലാഹുൽ മുവഫിഖ്. അടുത്ത വചനത്തിൽ 2-ാമത്തെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.